പതിവ് പോലെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു പന്നിയാർ സ്വദേശിനി പരിമളത്തെ കാട്ടാന ആക്രമിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ കൊച്ചുമകനൊപ്പം ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു BL റാം സ്വദേശി സൗന്ദർ രാജിന് നേരെ ആക്രമണമുണ്ടായത്. കോയമ്പത്തൂരിൽ നിന്നും മൂന്നാറിൽ വിവാഹ ചടങ്ങിനെത്തിയ പാൽരാജും ആനക്കലിക്ക് ഇരയായി. ഒടുവിൽ ഓട്ടോ ഡ്രൈവർ മണിയും. ആനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും നിരവധിയാണ്. ഏതാനും മാസങ്ങളായി വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ പതിവ് സാന്നിധ്യമാണ്. പടയപ്പ റോഡിൽ മിക്കപ്പോഴുമുണ്ട്. വാഹനങ്ങൾ തടയുന്നതും പതിവ് കാഴ്ചയാണ്. BL റാമിലും സിങ്ക് കണ്ടത്തും തമ്പടിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പനും മൊട്ടവാലനും. 2003 മുതലുള്ള കാലയളവിൽ മൂന്നാർ ഡിവിഷനിൽ കാട്ടാനയാക്രമണങ്ങളിൽ നഷ്ടമായത് 47 ജീവനുകളാണ്. ഏതാനും വർഷങ്ങളായി ആനശല്യം മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചു. മൃഗശല്യമാണ്. അതിനാണ് ഒരു മുൻതൂക്കം കണ്ടിട്ടുണ്ട്. കോടാനു കോടി രൂപകൾ അനുവദിക്കുന്നുണ്ട് ഫണ്ടിന്. ഈ കർമ്മം ഫണ്ടിൻ്റെ ആയിട്ട് അവിടെ നിന്ന് ഇവിടുത്തെ കാര്യം. ഈ ഫണ്ടൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഈ ആരൊക്കെ എവിടെ ചിലവാക്കുന്നത്? ഒരാൾ ചത്ത് കഴിഞ്ഞാൽ ആദ്യം അട്ടാത്ത കൊണ്ട് 5 ലക്ഷത്തിന് കൊടുത്താൽ അവൻ്റെ വായിൽ നാക്കടയ്ക്കും. പിന്നെ അവൻ്റെ കുടുംബത്തിൽ അനർഹരാൾക്ക് ജോലി കൊടുക്കുമെന്ന് അർഹതപ്പെട്ടവർക്ക് അതും കൊടുക്കൂല. ഒരാൾ ആന കൊന്നു കഴിഞ്ഞിട്ട് ഓടി വന്നാൽ അയ്യോ ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അടുത്ത് വരാതിരിക്കാൻ നോക്കണം. ഇത് ഇന്നലെ ആന വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഈ റോഡ് സൈഡിൽ എപ്പോഴും ഇപ്പോഴും അവിടെ വന്ന് നിൽക്കുക. ഇതെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണേ? അവിടെ HNL യൂക്കാലി പ്ലാന്റ് സിസ്റ്റം പോലെ നല്ല ഒരു കൃഷിയില്ലാത്ത സ്ഥലം നിൽപ്പുണ്ട്. ആന അവിടെ കൊണ്ട് നിർത്തി സംരക്ഷിക്കാമെന്നാലേ. ആനയ്ക്ക് താമസിക്കാൻ സ്ഥലമില്ലാഴിയൊന്നുമില്ല. ഞങ്ങളൊക്കെ 50-70 വർഷം മുമ്പ് ഇവിടെ വന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വല്യാപ്പൻ്റെ കാലത്തൊക്കെ വന്ന ആൾക്കാരാണ്. ഞങ്ങളോട് ഇന്നപ്പോൾ ഇറങ്ങി തരാൻ പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് പോകും. അവർ പറഞ്ഞാൽ ആന സംരക്ഷിക്കണം, ഇവിടെ ആന പാർക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറയും. നടക്കുന്ന നടപടിയുള്ള കേസാണോ? സർക്കാരിൻ്റെ വേറെ സ്ഥലം കിടപ്പുണ്ടല്ലോ, അവിടെ നിർത്തി ആന സംരക്ഷിക്കാമെന്നാലേ. ഓരോ തവണയും കാട്ടാനക്കൂട്ടങ്ങൾ കാടിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഉണ്ടാകും. മാട്ടുപ്പെട്ടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും കണക്കില്ല. വനമേഖലയിൽ തീറ്റയില്ലാതാകുന്നതോടെയാണ് ആനകൾ കാട് വിട്ട് ജനവാസ തോട്ടം മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാടും നാടും വേർതിരിച്ച് ട്രഞ്ചും ഫെൻസിങ്ങും അടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആനക്കലിയുടെ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.